നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ CI സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് ദിവസത്തേക്കുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് മാറിയെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ കേസിൻ്റെ ഇത് തെളിയിക്കാൻ വേണ്ടി നന്ദു മാത്രമല്ല നീയും അനിയുടെ കൂട്ടുകാരൊക്കെ ഇതിൻ്റെ പിറകെ ഒരുപാട് ഓടി നടന്നിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നൊക്കെ ഇങ്ങനെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണല്ലോ നമ്മളെ നന്ദു ആണെങ്കിലും കൊണ്ട് ജീപ്പിൽ പോകുന്ന സമയത്താണെങ്കിലും നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇനി നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, എന്തായാലും മരിച്ചത് എന്തായാലും രാഷ്ട്രീയക്കാരനാണ്, അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും നിന്നെ എടുത്തിട്ട് പഞ്ഞി കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നീ സൂക്ഷിച്ച് നടന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ സച്ചിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കനകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കനകയ്ക്ക് പേടിയുണ്ട് കേട്ടോ, നമ്മൾ ഇനി അനിയാണെങ്കിലും നന്ദുവിനെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ കനകയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കുറച്ച് അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പിന്നെ ഇതണക്ക് അനിയല്ലാതെ വേറെ നല്ലൊരു പയ്യനെ നന്ദുവിന് ഭർത്താവായി കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കാൻ നമ്മളെ മുത്തശ്ശനെ കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ എന്തായാലും പറയുന്നുണ്ട്, എന്തായാലും വിവാഹ നിശ്ചയത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് എന്തായാലും നല്ല കാര്യമായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം കനകയും ഗോവിന്ദനും ഒക്കെ എല്ലാ സത്യങ്ങളൊക്കെ അറിഞ്ഞതല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ കാണിക്കുന്ന ലോക്കപ്പിൽ കിടക്കുന്ന നമ്മളെ സച്ചിയെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.